ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് പകർന്ന് നൽകിയത്? കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ഈ ലോക ജീവിതത്തിൽ ചില കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയോ, ചില പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറുവാൻ വേണ്ടിയോ നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ടോ? എന്താണ് കർത്താവ് നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത്? നോമ്പ് സാത്താനെ ജയിക്കാനുള്ള തോൽക്കാത്ത ആയുധമാണ്. അപ്പോൾ ഈ നോമ്പിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു നേടേണ്ടത്? സാത്താൻ നമ്മളെ പാപത്തിലേക്ക് വഴി നടത്തുന്നു. എന്താണ് നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ തരുന്നത്? ഈ നോമ്പിലെ പ്രാർത്ഥനകളെ ശ്രദ്ധിച്ചാൽ ബുധനാഴ്ച ഉച്ച നമസ്കാരത്തിലൊക്കെ വളരെ ശക്തമായിട്ട് പറയുകയാണ്, കൃപയെ പതിവിൻ പടി ഞങ്ങൾക്കൊപ്പം യാചിക്കാം. ഇപ്പൊ ഈ നോമ്പ് എന്തിനുള്ള സമയമായിരുന്നെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ പ്രാപിക്കാനുള്ള സമയമാണ്. ദൈവകൃപ എന്തിനാണ്? റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവകൃപ നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞാൽ പാപത്തിന് അധികാരമില്ല. വെളിച്ചം വന്നാൽ ഇരുട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപ ഒരു ശരീരം മുഴുവൻ വന്ന് നിറഞ്ഞാൽ പിന്നെ പാപമില്ല, അധികാരമില്ല. പാപത്തിന് സാത്താൻ അധികാരമില്ല. പരിശുദ്ധ അമ്മയെ സ്വർഗം വിളിച്ചത് കൃപ നിറഞ്ഞവളെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കോശവും ദൈവകൃപ കൊണ്ട് നിറഞ്ഞ അമ്മയിൽ ഇനി പാപത്തിന് കർത്തൃത്വമില്ല. ഈ നോമ്പ് എന്തിനുള്ളതാണ്? ഈ കൃപയുടെ അറിവിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്. സീമാ നമസ്കാരത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ചൊല്ലുന്നു, കൃപതന്നറയിൽ ഞങ്ങളെ ഏറ്റണമേ, ചോരൻ പോ ചുങ്കക്കാരൻ പാപിനിയൻ, ഇവർ പോ താപം കൈക്കൊള്ളണമേ. ഇത്ര മനോഹരമായ ഒരു വരികളാണ്. കൃപയുടെ അറയിലേക്ക് നീ പ്രവേശിക്കണം. എന്തിനാണെന്നറിയാമോ? നാളുകളിൽ അനേകവട്ടം സാത്താൻ വീഴ്ചെങ്കിൽ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ അനുതാപത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കണം. എന്താണ് ഈ കൃപ പ്രാപിക്കാനുള്ള വഴി? വളരെ വ്യക്തമായിട്ട് പറയുന്നു, എളിമപ്പെടണം, ഏറ്റവും വിനയപ്പെടണം. എന്താണ് ഈ വിനയം? വിനയം എത്രയേ ഉള്ളൂ? യാക്കോബിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലുമൊക്കെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വചനപ്രകാരം നമ്മൾ താഴണം. എങ്ങനെ ഈ താഴുന്നതെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര പാപചിന്തകൾ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനേക പാപചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പിതാവ് ഇങ്ങനെ പറയുകയാണ്, നീ ചിന്തിച്ച പാപങ്ങളെല്ലാം ചെയ്യാൻ ഇടയായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ നീ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ്. അത്ര ബലഹീനമുള്ള ഒരു ശരീരമാണിത്. തിരിച്ചറിഞ്ഞ് ബലവാനായവന്റെ മുമ്പിൽ ബലഹീനപ്പെട്ടാൽ എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുമെന്ന് 2 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് പോലെ ദൈവകൃപ നമ്മളിലേക്ക് നിറയും. ഈ പരിശുദ്ധ നോമ്പിൽ അനുദപിച്ച് എളിമപ്പെട്ട് വിനയപ്പെട്ട് ദൈവ മുമ്പാകെ വീണാൽ കൃപ നമ്മുടെ മേൽ വരും. കൃപയുടെ അറയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ പാപം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകും. ദൈവമാണ് പാപത്തിൻ്റെ വാതിലടയ്ക്കുന്നത്. നമ്മൾ വാതിലടച്ചാൽ 50 ദിവസം കഴിഞ്ഞ് 51-ാം ദിവസം നമ്മൾ തന്നെ വാതിൽ തുറക്കും. അതുകൊണ്ട് പാപത്തിൻ്റെ വാതിൽ ദൈവം അടയ്ക്കാനായിട്ട് കൃപ നമ്മളിലേക്ക് വരട്ടെ. ഈ നോമ്പ് അതിന് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.